ഹരേ കൃഷ്ണ. ഭാഗവത സ്വാധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 1-ാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നത് ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി KCTP, മുഴക്കുന്ന്, കണ്ണൂർ. തുടർന്ന് പ്രഭാഷണം ബ്രഹ്മശ്രീ കല്ലംവള്ളി ജയൻ നമ്പൂതിരി, കോഴിക്കോട്. ബ്രഹ്മശ്രീ സതീശൻ നമ്പൂതിരി, ചിറപ്രം, പേരാവൂർ ആലപിക്കുന്ന നാമകീർത്തനം. ഹരേ കൃഷ്ണ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധ അഥ പ്രഥമോധ്യായ. ശ്രീശുകോവാച. വരീയാനേഷതേ പ്രശ്ന കൃതോ ലോകഹിതം നൃപ ആത്മവിൽ സമ്മത പുംസാം ശ്രോതവ്യാദിഷുയപര ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്തി സഹസ്രശ അപശ്യതാമാത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനം നിദ്രയാ ഹ്രിയതേ നക്തം വ്യവായേന ജവാവയ ദിവാജാർത്ഥേഹയാ രാജൻ കുടുംബഭരണേന വാ ദേഹാപത്യകളത്രാദീഷു ആത്മസൈന്യേഷു അസൽസ്വവി തേഷാം പ്രമത്തോ നിധനം പശ്യന്നപി ന പശ്യതി. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാ ഭയം. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മപരിനിഷ്ഠയാ ജന്മലാഭ പരപുംസാവന്ദേ നാരായണ സ്മൃതി. പ്രായേണ മുനിയോ രാജൻ നിവൃത്ത വിധിഷേധത നൈർഗുണ്യസ്ഥാരമന്ദേ സ്മ ഗുണാനുകഥനേ ഹരേ. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അധീതവാൻ ദ്വാപരാദോ പിതുർദ്വൈവായനാദഹം പരിനിഷ്ഠിതോ വിനൈർഗുണ്യ ഉത്തമശ്ലോകലീലയാ ഗൃഹീതചേതാ രാജർഷേ ആഖ്യാനം യദധീതവാൻ തദഹം ദേഭിദാസ്യാമി മഹാപൗരുഷികോ ഭവൻ യസ്യ ശ്രദ്ധധാമാശു സ്യാന്മുകുന്ദേ മതിസ്സതി. ഏതൻ നിർവിദ്യമാനാനാമിച്ഛതാമകുതോ ഭയം യോഗിനാം നൃപ നിർണീതം ഹരേർനാമാനുകീർത്തനം കിം പ്രമത്തസ്യ ബഹുഭി പരോക്ഷൈർഹായനൈരിഹ വരം മുഹൂർത്തം വിദിതം ഘടേത ശ്രേയസേ യഥാ ഖട്വാംഗോ നാമ രാജർഷീർ ജ്ഞാത്വേയത്താമിഹായുഷ മുഹൂർത്താൽ സർവമുത്സൃജ്യ ഗതവാനഭയം ഹരിം തവാപ്യേതർഹി ഗൗരവ്യ സപ്താഹം ജീവിതാവധി ഉപകൽപ്പേതൽ സർവം തവൽ യൽ സാംബരായികം അന്തകാലേതു പുരുഷ ആഗതേ ഗതസാധ്വസ ചിന്ത്യാദസംഗശസ്ത്രേണ സ്പൃഹാം ദേഹേര്യേചതം ഗൃഹാൽ പ്രവ്രജിതോ ധീര പുണ്യതീർത്ഥജലാപ്ലുത ശുചൗ വിവിക്ത ആസീനോ വിധിവൽകൽപ്പിതാസനെ അഭ്യസേൻ മനസാ ശുദ്ധം ത്രിവൃത് ബ്രഹ്മാക്ഷരം പരം മനോ യച്ഛേജിതശ്വാസോ ബ്രഹ്മബീജമവിസ്മരൻ യച്ഛേദ്വിഷേഭ്യോക്ഷാൻ മനസാ ബുദ്ധിസാരഥി മനഃകർമ്മഭിരാക്ഷിപ്തം ശുഭാർത്ഥേ ധാരയദ്ധിയ.
തത്രൈകാവയവം ധ്യായേൽ അവ്യുച്ഛിന്നേന ചേതസ മനോ നിർവിഷയം യുങ്ക്വാ തതഃ കിഞ്ചന ന സ്മരേൽ. പദം തത്പരമം വിഷ്ണോർമനോ യത്ര പ്രസീദതി രജസ്തമോഭ്യാമാക്ഷിപ്തം വിമൂഢം മന ആത്മന യച്ഛേദ്ധാരണയാധീരോ ഹന്തിയാതൽകൃതം മലം. യസ്യാം സന്ധര്യമാണായാം യോഗിനോ ഭക്തിലക്ഷണ ആശു സമ്പദ്യതേ യോഗ ആശ്രയം ഭദ്രവീക്ഷത. രാജോവാച യഥാ സന്ധാര്യതേ ബ്രഹ്മൻ ധാരണായത്ര സമ്മത യാദൃശീ വാ ഹരേദാശു പുരുഷസ്യ മനോമലം. ശ്രീശുകൗവാച ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരേധ്യാ. വിശേഷസ്തസ്യ ദേഹോയം സ്തവിഷ്ടശ്ച സ്തവീയസം യത്രേദം ദൃശ്യതേ വിശ്വം ഭൂതം ഭവ്യം ഭവച്ച സത്. അണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണസംയുതേ വൈരാജപുരുഷോ യോസോ ഭഗവൻ ധാരണാശ്രയ. പാതാളമേതസ്യ ഹി പാദമൂലം പഠന്തി വാർഷ്ണിപ്രവദേ രസാതലം മഹാതലം വിശ്വസൃജോധഗുൽഭൗ തരാതലം വൈ പുരുഷസ്യ ജംഘേ. ദ്വേ ജാനുനീ സുതലം വിശ്വമൂർത്തേരുരുദ്വയം വിതലം ജാതലം ച മഹീതലം തജ്ജഘനം മഹീപതേ നഭസ്ഥലം നാഭിസരോ ഗൃണന്തി. ഉരസ്ഥലം ജ്യോതിരനീകമസ്യ ഗ്രീവാമഹർവദനം വൈജനോസ്യ തപോരരാടിം വിദുരാതിപുംസഃ സത്യം ദുശീർഷാണി സഹസ്രശീർഷ്ണ. ഇന്ദ്രാദയോ ബാഹവ ആഹുരുസ്രാ കർണോ ദിശശ്രോത്രമമുഷ്യ ശബ്ദ നാസത്യദസ്രോ പരമസ്യ നാസേ ഘ്രാണോസ്യ ഗന്ധോ മുഖമഗ്നിരിദ്ധ. ദ്യൗരക്ഷിണീ ചക്ഷുരഭൂത്പതംഗ പക്ഷ്മാണി വിഷ്ണോരഹനീ ഉപേജ തദ്ഭ്രോ വിജൃംഭ പരമേഷ്ടിദിഷ്ണ്യമാപോസ്യ താലൂരസ ഏവ ജിഹ്വാ. ഛന്ദാംസ്യനന്ദസ്യ ശിരോ ഗൃണന്തി ദംഷ്ട്രായമസ്നേഹകരാദ്വിജാനി ഹാസോജ്ജനോന്മാദകരീ ച മായാ ദുരന്തസർഗോ യതപാംഗമോക്ഷ. വ്രീഡോത്തരോഷ്ടോധരേവ ലോഭോ ധർമ്മസ്തനോ ധർമ്മപദോസ്യ പൃഷ്ടം കസ്തസ്യ മേഢ്രം വൃഷ്ണൗ ച മിത്രൗ കുക്ഷിഃ സമുദ്രാഗിരയോസ്തി സംഘാ. നദ്യോസ്യ നാട്യോധ തനൂരുഹാണി മഹീരുഹാ വിശ്വതനോർനൃപേന്ദ്ര അനന്തവീര്യ ശ്വസിതം മാതരിശ്വാഗതിർവയ കർമ്മഗുണപ്രവാഹ. ഈശസ്യ കേശാൻ വിദുരംബുവാഹാൻ വാസസ്തു സന്ധ്യാം കുരുവര്യഭൂംനഃ അവ്യക്തമാഹുർ ഹൃദയം മനശ്ച സചന്ദ്രമാ സർവവികാരകോശ. വിജ്ഞാനശക്തിം മഹിമാമനന്തി സർവാത്മനോന്തഃകരണം ഗിരിത്രം അശ്വാശ്വതരീ ഉഷ്ട്രഗജാനഖാനി സർവേ മൃഗാ പശവ ശ്രോണിദേശേ. വയാംസി തദ്വ്യാകരണം വിചിത്രം മനുർമനീഷാ മനുയോ നിവാസ. ഗന്ധർവ വിദ്യാധരചാരണാപ്സര സ്വരസ്മൃതിരസുരാനീകവീര്യ. ബ്രഹ്മാനനം ക്ഷത്രഭുജോ മഹാത്മാ വിഡൂരുരംഘ്രിഷിത കൃഷ്ണവർണ്ണ നാനാഭിധാഭിജ്യഗണോപപന്നോ ദ്രവ്യാത്മക കർമ്മവിധാനയോഗ. യാനസാവീശ്വര വിഗ്രഹസ്യ യസന്നിവേശ കഥിതോ മയാതെ സന്ധാര്യതയസ്മിൻ വപുഷിസ്തവിഷ്ടേ മനസ്വബുദ്ധ്യാ നയതോസ്തി കിഞ്ചിൽ. സർവധീ വൃത്യനുഭൂത സർവ ആത്മാ യഥാ സ്വപ്നജനേക്ഷിതൈക. തം സത്യമാനന്ദനിധിം ഭജേത നാന്യത്ര സജ്ജേത ആത്മവാദഃ. ഹരി ഓം തത്സദിതി. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ
മഹാപുരുഷ സംസ്ഥാന വർണ്ണനെ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം ആരംഭിക്കുകയാണ്. ദ്വിതീയ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം. വരീയാനേഷതേ പ്രശ്ന കൃതോ ലോകഹിതം നൃപ ആത്മവിസമ്മത പുംസാം ശ്രോതവ്യാദീഷു യഃ പരാ. കഴിഞ്ഞ സ്കന്ധത്തിന്റെ പ്രഥമ സ്കന്ധത്തിന്റെ അവസാന ഭാഗത്ത് പരീക്ഷിത്ത് നല്ല ഒരു ചോദ്യം ചോദിക്കേണ്ടായിട്ടുണ്ട്. മരണം മുമ്പിൽ കാണുന്നതായിരിക്കുന്ന ഒരു വ്യക്തി, വളരെ ചിന്തനീയമായിട്ടുള്ള ചോദ്യമായിരുന്നു പരീക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. യൽ ശ്രോതവ്യം അധോജപ്യം യൽ കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. അവ അതിദുർലഭമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഒരു മനുഷ്യജന്മത്തില് കാണേണ്ടത് എന്താണ്, കേൾക്കേണ്ടത് എന്താണ്, പറയേണ്ടത് എന്താണ്, സ്മരിക്കേണ്ടത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, ഇത് മാത്രം അറിഞ്ഞാൽ പോരാ, ഇതിന്റെ വിപരീത ഭാവം കൂടി അറിയണം എന്ന് പരീക്ഷിത മഹാരാജാവ് ശുകദേവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരാണ് ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കാൻ പോണ ശ്രീമദ് ഭാഗവത്തിന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം പൂർണ്ണമായിട്ടും. ഇവിടെ ശുകദേവൻ എന്താ ചെയ്തു വെച്ചാൽ ആദ്യം തന്നെ ആ ചോദ്യത്തെ അഭിനന്ദിക്കുകയാണ്. ശ്രീമദ് ഭാഗവത്തിലെ ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നല്ല നല്ല ചോദ്യങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തെ ഇത്ര മനോഹരമാക്കി തീർത്തിരിക്കുന്നത്. ശുകദേവരോട് പറഞ്ഞു, വരീയാനേഷതേ പ്രശ്നഃ കൃതോ ലോകഹിതം നൃപ. അതിഗംഭീരമായിരിക്കുന്നു അങ്ങയുടെ ഈ ചോദ്യങ്ങൾ. വരീയാൻ ഏഷ തേ പ്രശ്ന, വളരെ ശ്രേഷ്ഠാണ് അങ്ങയുടെ ചോദ്യങ്ങൾ. എന്താ കാരണം വെച്ചാൽ ആത്മവിത്ത് സമ്മത പുംസാം ശ്രോതവ്യാദീഷു യഃ പര. ലോകഹിതത്തിനായിക്കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് അങ്ങയുടെ പ്രശ്നത്തിലൂടെ അങ്ങ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ, ഈ ആശയാവട്ടെ ആത്മവിത്തുക്കൾക്ക് സമ്മതമാണ്. അതായത് ആത്മാവിനെ അറിഞ്ഞവർക്ക് സമ്മതവും ആകുന്നു. ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശ അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം. ഏത് സമയത്തും ഈ വിഷയ സുഖങ്ങളിൽ മുഴുകിക്കഴിയുന്ന ആളുകൾ, വെറും ഭൗതിക കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് കഴിയുന്നവര്, വെറും പ്രാകൃതരായിരിക്കുന്ന ഗൃഹസ്ഥന്മാർക്ക് അനവധി വിഷയങ്ങൾ കേൾക്കാനുണ്ടാവും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ, ഇവരുടെ കാര്യം, അയാളുടെ കാര്യം, ഇപ്പുറത്തെ ആളുടെ കാര്യം എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ടാവും. പക്ഷേ അങ്ങനെയാണോ വേണ്ടത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക.
സത്യത്തില് ഈ വെറും വിഷയികളായിട്ട് കഴിയുന്ന ആളുകള് അവരുടെ സമയം വെറുതെ കളയാ ചെയ്യണത്. എങ്ങനെ? നിദ്രയാഹ്രിയതേ നക്തം വ്യവായേന ശവാവയാ ദിവാചാർത്ഥേ ഹയാ രാജൻ കുടുംബഭരണേ നവാ. ഇതിപ്പോ എന്തിനാ ഇങ്ങനെ പറയണ വെച്ചാൽ, പരീക്ഷിത മഹാരാജാവിന്റെ ചോദ്യത്തില് ആ ചോദ്യം നമ്മൾ മറക്കാൻ പാടില്ല. എന്താ കാണേണ്ടത്, എന്താ കേൾക്കേണ്ടത്, എന്താ സ്മരിക്കേണ്ടത്, ഇങ്ങനെ ഒരു കൂട്ടം. അത് മാത്രം അറിഞ്ഞാൽ പോരാ, ബ്രൂഹി യദ്വാ വിപര്യം, അതിന്റെ വിപരീത ഭാവവും കൂടി അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അരുതാത്തത് എന്നാണ്. ശ്രദ്ധിക്കുക പ്രിയ ബന്ധുക്കളെ, ഭാഗവതം കേൾക്കുന്ന സമയത്ത് നാം സ്വയം അറിയണം, ഇന്നത് വേണ്ടതാണ്, ഇന്നത് വേണ്ടാത്തതാണ് എന്ന് തിരിച്ചറിയാം. അപ്പൊ അരുതാത്തതായ ചില കാര്യങ്ങളെ കുറിച്ച് പറയാണ്. അപ്പൊ ഏത് സമയത്തും വിഷയത്തിൽ മുഴുകിയിരിക്കരുത്, പരദൂഷണങ്ങളായിട്ട് നടക്കാൻ പാടില്ല, വെറുതെ കിടന്നുറങ്ങി സമയം കളയരുത്. ഇവിടെ സാധാരണ എന്താ സംഭവിക്കുന്നത്? നിദ്രയാഹ്രിയതേ നക്തം വ്യവായേന ചവാവയാ. രാത്രി മുഴുവൻ ഉറങ്ങിപ്പോണ്ട്. പിന്നെ പകൽ സമയമാണെങ്കിലോ, പകൽ സമയത്ത് കുടുംബഭരണമായിട്ട് ബന്ധപ്പെട്ട് ധനം സമ്പാദിക്കാൻ പല വഴിക്ക് ഓടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പകലും രാത്രിയും ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോണു. എന്നാ ഈ പ്രയത്നം മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാ? ദേഹാപത്യകളത്രാതീഷു ആത്മസൈന്യേഷു സൽസ്വപി തേഷാം പ്രമത്തോ നിധനം പശ്യൻ അപി ന പശ്യതി. ഈ ഒരു ശരീരം, ഭാര്യ, പുത്രവർഗങ്ങള്, ഇതൊക്കെ നശിക്കുന്നതാണ്. ഇതൊന്നും ശാശ്വതമായിട്ടുള്ളതല്ല. അപ്പൊ ഈ ഒരു പരമസത്യം അറിയാതെ അവരിലുള്ളതായിരിക്കുന്ന ആസക്തി കാരണം ഇങ്ങനെ ഓടുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ. ഇപ്പൊ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം, നിങ്ങള് എന്തിനാണ് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഒരു ചോദ്യം. അപ്പൊ സാധാരണ എന്താ പറയാ? എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാനില്ലെങ്കിൽ ഈ കുട്ടികൾ ഉണ്ടാവില്ല, ഈ ഒരു സമ്പത്ത് സംരക്ഷിക്കാനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അപ്പൊ ഞാനുണ്ടെങ്കിലേ ഈ സ്വത്ത് ഇവിടെ നിൽക്കാൻ പോകുന്നുള്ളൂ. ശ്രദ്ധിക്കാം. എന്നാൽ ഭാഗവതാദി ശാസ്ത്രങ്ങള് പറയണത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഓരോരുത്തരും വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ജീവിച്ചോളണമെന്ന് ആർക്കും ഇവിടെ നിർബന്ധമൊന്നുമില്ല. എപ്പോഴാണോ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തെ ആ പരമലക്ഷ്യത്തിൽ എത്തിക്കാനായിക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുക, അന്ന് മാത്രമാണ് ഈ ജീവിതം അർത്ഥവത്തായിട്ട് തീരണത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ വിഷയചിന്തയോട് കൂടിയിട്ട് ജീവിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക്, ഭർത്താവിന്, കുട്ടികള്, സമ്പത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല, തേഷാം പ്രമത്തോ നിധനം പശ്യൻ അപി ന പശ്യതി. തേഷാം അവരുടെ നിധനം, നിധനം എന്ന് വെച്ചാൽ മരണം, പശ്യൻ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പൂർവികരൊക്കെ പോയിട്ടുണ്ട്, അച്ഛൻ, അമ്മ, അതുപോലെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട പലരും. അപ്പൊ അവരവരുടേതായിട്ടുള്ള സമയമാവുന്ന സമയത്ത് അവരോരോരുത്തരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, ഇല്ലേ, ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇത് നാം അറിയുന്നുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്, തേഷാം പ്രമത്തോ നിധനം പശ്യൻ അപി ന പശ്യതി. അപ്പൊ ഇവർക്കൊക്കെ ഈ മരണം സംഭവിക്കുന്ന സമയത്ത് ഇത് നാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ നമ്മളാണെങ്കിലോ ചിന്തിക്കണില്ല. ഇതേ ഒരവസ്ഥ നമുക്കും വരാനുള്ളതാണ്. ഈ ഒരു മരണം നമ്മുടെ പടിവാതിൽക്കലും നിൽക്കുന്നുണ്ട്. എന്നാണ് ഇത് കയറി പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പരീക്ഷത്തെ, തസ്മാൽ ഭാരത സർവാത്മാ ഭഗവാൻ ഹരിരീശ്വര ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേക്ഷതാഭയം. തസ്മാത് അത് ഹേതുവായിട്ട്, അല്ലെങ്കിൽ അതുകൊണ്ട്, ഭാരത നല്ലൊരു വിശേഷണ. പരീക്ഷത്തിനെ വിളിക്കുകയാണ് ശുകദേവര്, ഹേ ഭാരത, ഭഗവാങ്കല് നല്ല രതിയുള്ളവനെ. ഭയ നിവൃത്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ശ്രോതവ്യ,
കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാഭയം. കരുണാമയനായിരിക്കുന്ന ശ്രീഹരിയെക്കുറിച്ച് കേൾക്കുക, കീർത്തിക്കുക, സ്മരിക്കുക, ഈശ്വര സംബന്ധമായിരിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക. ശ്രദ്ധിക്കണേ, പരീക്ഷത്തിന്റെ ആ ചോദ്യങ്ങൾക്ക് ചുരുക്കത്തിൽ പല ഘട്ടങ്ങളിൽ ഉത്തരം പറയേണ്ടത്. ഇതില് ഈ ഒരു ശ്ലോകത്തില്, ദ്വിതീയ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ ഈ ഒരു 5-ാമത്തെ ശ്ലോകത്തില് ഭാഗവതം പൂർണ്ണമായിട്ടും അടങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നു പരീക്ഷത്തിലെ ചോദ്യം? എന്താ കാണേണ്ടത്, എന്താ കേൾക്കേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ ചിന്തിക്കേണ്ടത്? അത് മാത്രം അറിഞ്ഞാൽ പോരാ, അതിന്റെ വിപരീത ഭാവം കൂടി അറിയണം. ഇവിടെ ഒറ്റൊരു ശ്ലോകത്തിൽ പറഞ്ഞു, ശ്രീഹരിയായിട്ട് ബന്ധപ്പെട്ടത് എന്തൊന്നാണോ അതേക്കുറിച്ച് കേൾക്കുക, കാണുക, പറയുക, കീർത്തിക്കുക, സ്മരിക്കുക, പ്രവർത്തിക്കുക. ഏതൊന്നാണോ, വിപരീതാർത്ഥം കൂടി വായിച്ചെടുക്കണം, ഏതൊന്നാണോ ശ്രീഹരിയായിട്ട് ബന്ധമില്ലാത്തത്, ഈശ്വര സംബന്ധമില്ലാത്ത സംഗതികളെ കുറിച്ച് കാണുകയോ കേൾക്കുകയോ പറയുകയോ കീർത്തിക്കുകയോ അരുത് എന്ന് അർത്ഥം. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണത്. ഒരിക്കൽ കൂടി വായിക്കാം, ശ്രദ്ധിക്കുക. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ഇപ്പൊ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഈ മരണഭയം ഉള്ളിൽ നിന്ന് ഇല്ലാതായി തീരണം. അപ്പൊ ഈ മരണഭയം ഇല്ലാതായിട്ട് തീരണമെങ്കിൽ ദേഹാഭിമാനം പൂർണ്ണമായിട്ടും ഉള്ളിൽ നിന്ന് അസ്തമിക്കണം. ഇത് ഭക്തി കൊണ്ട്, വിശിഷ്യ കലികാലത്ത് ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഭയനിവൃത്തിക്ക് വിശ്വാത്മാവായിരിക്കുന്ന ഭഗവാന്റെ കഥകളെ കേൾക്കണം, കീർത്തിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ, സാഖ്യം, യോഗം, സ്വധർമാനുഷ്ഠാനം. അപ്പൊ ഇവ കൊണ്ട് നേടിയെടുക്കേണ്ടതായിരിക്കുന്ന പരമ പ്രയോജനം എന്താണ്? ഏതാവാൻ, ഇത്രമാത്രം, എത്ര. അപ്പൊ എന്താ നേടിയെടുക്കേണ്ടത്? ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ഈ ഒരു ശ്ലോകത്തിന് കാര്യമായിട്ട് അർത്ഥം പറയണ്ട, കേട്ടാ മനസ്സിലാവും. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അവസാന കാലത്ത്, ഈ അവസാനത്തെ ശ്വാസം വലിക്കുന്ന സമയത്ത്, മരണത്തിലേക്ക് വഴുതി വീണതായ ആ സമയത്ത് നാരായണ സ്മരണം ഉണ്ടാവുക എന്നർത്ഥം. ഇപ്പൊ ചെറുപ്പകാലം മുതല് 2 സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നുണ്ട്, അതുപോലെ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, സത്സംഗങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, സപ്താഹം മുതലായിരിക്കുന്ന സൽക്കർമ്മങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്, അല്ലെ, കേൾക്കാൻ പോകുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, ഏറ്റവും അവസാനം നാരായണ സ്മരണം ഉണ്ടാവുക, ആ നാരായണ ചിന്തനത്തോടു കൂടിയിട്ട് കണ്ണടയ്ക്കാനുള്ളതായ ഭാഗ്യം ഉണ്ടാവുക. അത് സംഭവിച്ചിട്ടില്ലേ എങ്കിൽ ഈ ജീവിതം ഇത്രയും കാലം നഷ്ടമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ആ ജീവിതത്തെ പാഴാക്കി എന്ന് തന്നെ ധരിച്ചോളൂ. ഇത് വെറുതെ പറയണതല്ല എന്നാണ് ശുകദേവർക്ക് ഇവിടെ പറയാനുള്ളത്. തൊട്ടടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, പ്രായേണ മുനയോ രാജൻ നിവൃത്ത വിധിഷേധത നൈർഗുണ്യസ്താരമന്തസ്മ രമന്തേ സ്മാ ഗുണാനുകഥനേ ഹരേ. ഈ വേദത്തിലെ വിധി നിഷേധങ്ങളെ വെടിഞ്ഞ്, അല്ലെങ്കിൽ അതിന് അതീതരായി തീർന്ന ബ്രഹ്മനിഷ്ഠന്മാരായിരിക്കുന്ന യോഗികള്, മഹർഷിമാര്, അവര് പോലും ഏത് സമയത്തും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. എന്തിനു വേണ്ടിയിട്ടാ അവരും ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരുന്നത്? അവരെല്ലാ യോഗങ്ങളും അനുഷ്ഠിച്ചവരാണ്. ഈ ഒരു ഒന്ന് നേടിയെടുക്കാനാണ്. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. പരീക്ഷത്തെ, അങ്ങേക്ക് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ഇന്നേക്ക് 7ാമത്തെ ദിവസം തക്ഷകൻ വരുമെന്നും ആ തക്ഷകന്റെ കടി അങ്ങ് ഏൽക്കേണ്ടതായിട്ട് വരും, അതോടുകൂടിയിട്ട് ഈ ദേഹത്തെ വിടേണ്ടതായിട്ട് വരും എന്ന ഒരു ശാപം അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പരിഭ്രമിക്കുന്നരുത്.
ഈ ഒരു 7 ദിവസം കൊണ്ട് അങ്ങയുടെ ഈ ഒരു മനസ്സ് ഈശ്വരമയമായിട്ട് തീരണം. പ്രിയ ബന്ധുക്കളെ, ഇത് ഒരു പരീക്ഷത്തിനോടുള്ളതായ ഒരു ഉപദേശമായിട്ട് കരുതണ്ട. ഈ ഒരു കാലസർപ്പം നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ അവസാനത്തെ ശ്വാസം വലിക്കാറാവുമ്പോഴേക്കും നമ്മുടെ മനസ്സും ഇതുപോലെ ഈശ്വരമയായിട്ട് തീരണ്ടേ? വേണം. അതിനെന്താ വേണ്ടത്? പഠിച്ചോളാൻ പറഞ്ഞു. എന്താ പഠിക്കേണ്ടത്? ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അധീതവാൻ ദ്വാപരാദോ പിതുർദ്വൈപായനാദഹം. എത്ര മധുരമുള്ള വരികളാ നോക്കൂ. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. ഭാഗവതം എന്ന് പേരുള്ളതായിരിക്കുന്ന ഈ ഒരു പുരാണം ബ്രഹ്മസംഹിതം. ബ്രഹ്മം എന്ന വേദം, സംഹിതം എന്ന വാക്കിന് തുല്യം എന്നർത്ഥം. അപ്പോ വേദതുല്യമായിരിക്കുന്ന ഈ ഭാഗവതത്തെ അധീതവാൻ ദ്വാപരാദൗ പിതുർ ദ്വൈപായനാത് അഹം. ദ്വാപര യുഗ അവസാനത്തിലെ എന്റെ പിതാവായിരിക്കുന്ന വേദവ്യാസ മഹർഷിയിൽ നിന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പരിനിഷ്ഠിതോപി നൈർഗുണ്യ ഉത്തമ ശ്ലോകലീലയ ഗൃഹീതചേതാ രാജർഷേ ആഖ്യാനം യദധീതവാൻ. ശുകദേവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം നിർഗുണ ബ്രഹ്മത്തിലെ നിഷ്ഠയോടുകൂടിയവനാണ്, കൃതകൃത്യനാണ്, ഒന്നിലും താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഭാഗവതത്തോട് എന്തെന്നില്ലാത്തൊരു ആസക്തി, ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകള് വല്ലാതെ കണ്ട് അദ്ദേഹത്തെ ആകർഷിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. തതഹം തേഭിദാസ്യാമി മഹാപൗരുഷികോ ഭവാൻ യസ്യ ശ്രദ്ധതതാമാശു സ്യാൻ മുകുന്ദേ മതി സതീ. അപ്പോൾ ശുകദേവര് പറയാണ്, അച്ഛനായിരിക്കുന്ന വ്യാസരിൽ നിന്ന് ഞാൻ എന്താണോ പഠിച്ചത്, എന്താണോ മനസ്സിലാക്കിയത്, തതഹം തേഭിദാസ്യാമി മഹാപൗരുഷികോ ഭവാൻ. ആ ഒരു ഭാഗവതത്തെ ഞാൻ അങ്ങേക്കായിട്ട് ഉപദേശിച്ചു. യസ്യ ശ്രദ്ധതതാമാശു സ്യാൻ മുകുന്ദേ മതി സതീ. ശ്രവണത്തിൻ്റെതായിട്ടുള്ള ഫലമാണ് ഇവിടെ പറയണത്. അപ്പൊ അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ആ ഭഗവാങ്കല് ഭക്തി ഉണ്ടാവണം. ഈ ഒരു മനസ്സാവട്ടെ അനായാസേന ശുദ്ധമായിട്ടും തീരും. ഏതൻ നിർവിദ്യമാനാനാം ഇച്ഛതാം അകുതോ ഭയം യോഗിനാം നൃപ നിർണീതം ഹരേ നാമാനുകീർത്തനം. തിരുനാമത്തിന്റെ ആ ഒരു മഹത്വമാണ് ശുകദേവർ ഇവിടെ പറയുന്നത്. ലോകസുഖങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ അത് അനുഗ്രഹിച്ചു കൊടുക്കും. വിരക്തന്മാർക്ക് ശുദ്ധയായിരിക്കുന്ന ഭക്തിയെയാണ് ഭഗവാൻ ഇവിടെ അനുഗ്രഹിച്ചു കൊടുക്കുന്നത്. യോഗികൾക്കാണെങ്കിലോ അവർക്ക് വേണ്ടതായിരിക്കുന്ന പരിപൂർണ ജ്ഞാനത്തെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കും. അപ്പൊ ഇതൊക്കെ കിട്ടാൻ നല്ല ഒരു മരുന്നുണ്ട്. ആ മരുന്ന് ഇപ്പോ ശുകദേവര് പരീക്ഷത്തിന് കൊടുക്കാൻ പോവാ. അപ്പൊ ഏതാ മരുന്ന്? ഹരേ നാമാനുകീർത്തനം. അതന്നെയാണ് ആ മരുന്ന്. കിം പ്രമത്തസ്യ ബഹുഭി പരോക്ഷേർഹായനൈരിഹ വരം മുഹൂർത്തം വിദിതം ഘടേത ശ്രേയസേ യതഃ. ഈ ഒരുപാട് ആയുസ്സുണ്ടായിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്താ ഇങ്ങനെ പറയണ വെച്ചാൽ, ഈ ലക്ഷ്യബോധമില്ലാത്ത ഒരാളാണ് നിൽക്കുക. അങ്ങനെ ഒരാൾക്ക് അനവധി ആയുസ് കിട്ടിയിട്ടും വലിയ പ്രയോജനമില്ല. ആ വ്യക്തി എന്താ ചെയ്യുക? അത് മുഴുവൻ ഈ വിഷയസുഖങ്ങളെ അനുഭവിച്ച് പാഴാക്കി കളയും എന്നല്ലാതെ വേണ്ട ദിക്കിലേക്ക് എത്തണില്ല. എന്നാൽ ഉത്തമമായ ലക്ഷ്യബോധമുള്ള ഒരാളാണ് നോക്കിയ അധിക ആയുസ് വേണമെന്നേ ഇല്ല. വരം മുഹൂർത്തം വിദിതം ഘടേത ശ്രേയസേ യത. കുറച്ചായാലും മതി. അപ്പൊ ഇവിടെ പറയണെന്താ വെച്ചാൽ, ഉത്തമ ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയാണ് നോക്കിയ.
ഒരു മുഹൂർത്ത നേരം ആയുസ് കിട്ടിക്കഴിഞ്ഞാലും അത് അദ്ദേഹത്തിന് വില പിടിച്ചതാ. ആ ചുരുങ്ങിയ സമയം കൊണ്ടും അദ്ദേഹത്തിന് ആ ജന്മസാഫല്യം നേടാൻ കഴിയും എന്ന് താല്പര്യം. ശുകദേവര് എന്താ ഇങ്ങനെ പറയണു വെച്ചാൽ, വെറും 7 ദിവസം മാത്രം ആയുസ് ബാക്കിയുള്ള പരീക്ഷിത്താണ് ഇപ്പൊ തന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു പരിഭ്രമം ഉണ്ടോ സംശയം. എന്താ വെച്ചാൽ ഈ 7 ദിവസമല്ലേ തനിക്ക് ആയുസ് ബാക്കിയുള്ളൂ. ഈ 7 ദിവസം കൊണ്ട് ഇതിപ്പോ എങ്ങനെ ഈ ഭാഗവതമൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു അടുത്ത ശ്ലോകത്തിലെ ശുകദേവര്. ഘട്വാംഗോ നാമരാജഋഷി ജ്ഞാത്വേയത്താമിഹായുഷ മുഹൂർത്താൽ സർവമുത്സൃജ്യ ഗതവാനഭയം ഹരിം. പണ്ട് ഘട്വാങ്കൻ എന്ന ഒരു രാജഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു കഥയാണ്, അത് പിന്നീട് നവമത്തിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും സാരം മാത്രം പറയാം. ഇനി വെറും 2 നാഴികയും കൂടെ തനിക്കിനി ആയുസ് ബാക്കിയുള്ളൂ എന്നാണ് ഘട്വാങ്കൻ മനസ്സിലാക്കിയത്. ആ ചെറിയ സമയം കൊണ്ട് മഹാത്മാവായിരിക്കുന്ന ഘട്വാങ്കൻ എന്താ ചെയ്ത വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ചു. മുഹൂർത്താത് സർവം ഉത്സൃജ്യ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഗതവാൻ അഭയം ഹരി, ഭഗവാനെ പോയിട്ട് ശരണം പ്രാപിച്ചു, നാമം ജപിച്ചു. ആ നാമജപത്തിലൂടെ അദ്ദേഹത്തിന് മുക്തി നേടാൻ ആ വൈകുണ്ഠന്റെ പാദത്തില് ലയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശുകദേവര് പറഞ്ഞു, പരീക്ഷത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. തവാപ്യേതർഹി കൗരവ്യ സപ്താഹം ജീവിതാവധി ഉപകൽപ്പയതൽ സർവം താവത് യത് സാംബരായികം. ഇപ്പൊ പറഞ്ഞ ആ ഘട്വാങ്കനായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് അങ്ങേക്ക് ദീർഘായുസ, 7 ദിവസം അങ്ങേക്ക് ആയുസ് ബാക്കിയുണ്ട്. അപ്പൊ അങ്ങ് എന്താ വേണ്ടത്? ഉപകൽപ്പയതൽ സർവം താവത് യത് സാംബരായികം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ സമയം മുഴുവൻ അങ്ങ് എന്താ ചെയ്യേണ്ട വെച്ചാൽ, പരലോകഹിതത്തിന് അഥവാ നല്ലൊരു ഗതി കിട്ടാൻ വേണ്ടിയിട്ട് ആ വിഷ്ണുപാദത്തിൽ ലയിക്കാനായിട്ട് അതിന് ഉതകുന്ന സാധന ഏതാണോ അത് നന്നായിട്ട് സ്വീകരിക്കുക. ഇനിയുള്ള സമയം മുഴുവൻ അതിനായിട്ട് ഉപയോഗിക്കുക. ആ പരീക്ഷത്തിന് ഇവിടെ കൂടുതൽ താല്പര്യമായി. അദ്ദേഹത്തിന്റെ ആ ഒരു ശ്രദ്ധ കണ്ട സമയത്ത് ശുകദേവര് പറഞ്ഞു, അന്തകാലേതു പുരുഷ ആഗതേ ഗതസാധ്വസ ചിന്ത്യാതസംഗശസ്ത്രേണ സ്പൃഹാം ദേഹേനുയേക്ഷതം. അവസാന കാലം അടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ എങ്ങനെയാ ഈ അവസാന കാലം അടുത്തു എന്നൊക്കെ അറിയാം? ചില ലക്ഷണങ്ങളിലൂടെയൊക്കെ നമുക്ക് മരണത്തെ ഗണിക്കാം, അല്ലെങ്കിൽ അവസാനം അടുത്തു എന്നൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഒരു ഉൾവിളി വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ, എന്റെ ഈശ്വര, ഞാൻ ഇനി അധികമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ഏതാണ്ട് എന്റെ ആയുസ് കഴിയാറായിട്ടുണ്ട് എന്നൊരു തോന്നല് വന്നു നോക്കിയ പതുക്കെ ഭവനത്തിന് പുറത്തേക്ക് ഇറങ്ങാം. ബന്ധങ്ങളെയൊക്കെ അങ്ങോട്ട് മുറിക്കുക. സ്ഥൂലാർത്ഥം മാത്രം എടുക്കണ്ട, ഈ ശബ്ദത്തിന്റെ അർത്ഥം മാത്രം എടുക്കണ്ട. ഇനിയിപ്പോ വീട് വിട്ട് ഇറങ്ങിപ്പോണെന്നോ, ഇനി ബന്ധുക്കളോട് ബന്ധമില്ല എന്ന് പറയണമെന്നോ അങ്ങനെയൊന്നും കരുതരുത്. ഇപ്പൊ സ്വന്തം വീട്ടിൽ തന്നെയാണ് കഴിയണ വെച്ചാലും ഒരു അന്യഭവനത്തിൽ കഴിയണത് പോലെ കഴിയാം. പറയുന്നതിന്റെ താല്പര്യം എന്താ വെച്ചാൽ, പതുക്കെ പതുക്കെ ആ ഒരു നിസ്സംഗ ഭാവത്തിലേക്ക് മനസ്സിനെ ഉയർത്തണം എന്ന് പറയാനാണ്. ഗൃഹാത് പ്രവ്രജിതോ ധീര പുണ്യതീർത്ഥജലാപ്ലുത ശുചൗ വിവിക്ത ആസീനോ വിധിവൽ കൽപ്പിതാസനേ. ഇനി എന്തുകൊണ്ടാണ് ഈ ശുകദേവര് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയാൻ കാരണമുണ്ട്. ഈ ഗൃഹത്തിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും ആസക്തി ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് എല്ലാം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോവുക, ദൂരദിക്കിലേക്ക് പോവുക, ഒരു പുണ്യതീർത്ഥത്തിന്റെ കരയിൽ താമസിക്കുക, പോയിട്ട് ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക, കഴിയണത്ര ജനസഞ്ചാരമില്ലാത്ത ഇടങ്ങളിൽ പോയിട്ട് ഒതുങ്ങിക്കൂടുകയാണ് നല്ലത്. വിവിക്തത എന്ന് വെച്ചാൽ ഏകാന്തത എന്നാണ് അർത്ഥം. അങ്ങനെ ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥാനം തിരഞ്ഞെടുത്ത് നല്ലൊരു ആസനത്തിൽ ഇരിക്കുക. തുടർന്ന് അഭ്യസേൻ മനസാശുദ്ധം ത്രിവൃത് ബ്രഹ്മാക്ഷരം പരം മനോ യച്ഛേത് ജിതശ്വാസോ
ബ്രഹ്മബീജമവിസ്മരൻ. പ്രാണായാമം അഭ്യസിക്കുക. ത്രിവൃത്ത് ബ്രഹ്മാക്ഷരം ആ ഉ മ, അകാരം ഉകാരം മകാരം. അപ്പൊ ഈ 3 അക്ഷരങ്ങൾ ചേരുന്ന സമയത്താണ് അവിടെ പ്രണവം ഉണ്ടാവുന്നത്. ഓം എന്ന ആ ശബ്ദം ഉണ്ടാവുന്നത്. അപ്പൊ ഈ പ്രണവത്തെ മനസ്സിൽ ജപിക്കുക. മനോ യക്ഷേത് ജിതശ്വാസ ബ്രഹ്മബീജമവിസ്മരൻ. അപ്പൊ ഇവിടെ പറയണെന്താ വെച്ചാ മനസ്സിന്റെ ആ ഒരു ചഞ്ചലഗതിയെ അടക്കിയിട്ട് ബീജാക്ഷരത്തില് മനസ്സിനെ നന്നായിട്ട് ഉറപ്പിക്കുക. നിയച്ഛേത് വിഷയേഭ്യോക്ഷാൻ മനസാ ബുദ്ധിസാരഥി മനഃ കർമ്മഭിരാക്ഷിപ്തം ശുഭാർത്ഥേ ധാരയേദ്ധിയാ. ക്രമത്തില് അടുത്ത പടിയിലേക്ക് നീങ്ങാം. ആദ്യം ബുദ്ധിയെ അവിടെ സ്ഥിരയാക്കി മാറ്റാം. പിന്നെ അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാല് ഈ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ പിൻവലിക്കുക. ഈ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയാം. അപ്പൊ പ്രത്യാഹാരം ശീലിക്കുക. പിന്നെയും ഈ വാസനാബലം വിടില്ല. പലതരത്തിലുള്ള ഈ കർമ്മവാസനകള് അകത്തുണ്ടാവുമല്ലോ. അപ്പൊ അതിനെ ജയിക്കാനായിട്ട് അടുത്തതായിട്ട് വേണ്ട എന്താ വെച്ചാ ഈ മനസ്സിനെ ഭഗവാന്റെ ആ ഒരു നല്ല രൂപത്തില് ഉറപ്പിക്കുക, നിലനിർത്തുക. അങ്ങനെ ഈ മനസ്സിനെ ആ ഭഗവത് സ്വരൂപത്തില് നിലനിർത്തുന്ന ആ ഒരു പ്രക്രിയയുണ്ട്. അതിനെയാണ് ധാരണ എന്ന് പറയാ. അപ്പൊ പ്രത്യാഹാരം, ധാരണ, ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നതിന് ഈ പ്രത്യാഹാരം എന്ന് പറയും. മനസ്സിനെ ഈശ്വര സ്വരൂപത്തിൽ ഉറപ്പിക്കണതിനെ ധാരണ എന്നും പറയും. തത്രൈകാവയവം ധ്യായേതവ്യച്ഛിന്നേന ചേതസാ മനോ നിർവിഷയം യുങ്ക്ത്വാ തതഃ കിംചന നസ്മരേത്. പിന്നീട് അടുത്തതായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ഈ നിശ്ചലമായിരിക്കുന്ന ഈ മനസ്സുകൊണ്ട് ഭഗവാന്റെ ഓരോരോ അവയവങ്ങളെ ഹൃദയത്തിൽ നന്നായിട്ട് വിചാരിക്കുക, ഉറപ്പിക്കുക. അതിനെയാണ് ധ്യാനം എന്ന് പറയുക. അങ്ങനെ നമ്മുടെ ഈ മനസ്സിനകത്ത് ആ ഭഗവാന്റെ രൂപം നന്നായിട്ട് ഉറച്ചു എന്ന് വിചാരിക്കുക, തെളിഞ്ഞ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. പിന്നീട് വേണ്ടതെന്താ വെച്ചാൽ മനോ നിർവിഷയം യുങ്ക്ത്വാ തതഃ കിംചന നസ്മരേത്. അകത്തുള്ളതായിരിക്കുന്ന സർവതരത്തിലുള്ള വാസനകളും ആ രൂപത്തിൽ അങ്ങോട്ട് താനെ ലയിക്കണ്ട. പരമാനന്ദത്തിലേക്ക് കയറി പോണ ആ ഒരു സന്ദർഭത്തില് അപ്പോഴോ ഒന്നും ചിന്തിക്കാതിരിക്കുക. പിന്നെ ഒന്നുമില്ലാത്തതായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ആ അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. ആ ഒരു നിശ്ചിന്താവസ്ഥയില് ഈ മനസ്സ് ആത്മാവിൽ ലയിച്ചിട്ട് ഒന്നായിട്ട് തീരും. അതാണ് ഈശ്വരാനുഭൂതി. മരണത്തോട് അടുക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ നേടേണ്ടത് അതന്നെയാണ്. പ്രഥമസ്കന്ധത്തിലെ ഭീഷ്മരുടെയൊക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ഒരു ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. രജസ്തമോഭ്യാം ആക്ഷിപ്തം വിമൂഢം മന ആത്മന യക്ഷേത് ധാരണയാ ധീരോ ഹന്തി യാൽകൃതം മലം. എന്നാൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകള്, തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒന്ന് അറിയണത് നല്ലതാ. അടുത്ത ശ്ലോകത്തില് ശുകദേവര് പറഞ്ഞു കൊടുക്കുന്നത് അതന്നെയാണ്. ഈ ഗുണങ്ങളുടെ ഒരു ശക്തി നിമിത്തം മനസ്സ് പിന്നെയും ചലിക്കാനിട ഉണ്ടെന്ന. അങ്ങനെ ചലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ തുടങ്ങണം, ധാരണ മുതൽ ഇങ്ങോട്ട് തുടങ്ങി വരിക. അപ്പൊ എന്താ ഈ രാജസിക താമസിക ഗുണങ്ങളാണ് ഈ മനസ്സിനെ വല്ലാതെ കണ്ട് ചലിപ്പിക്കുന്നത്. ഇപ്പൊ ഈ രജോ ഗുണം കൂടുതലായിട്ട് വന്നു വിചാരിക്കാം, ഒരിടത്തും മനസ്സുറക്കില്ല. ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കാന്നല്ലോ തോന്നും, അവിടെ ഇരിക്കുമ്പോൾ ഇപ്പുറത്തിരിക്കാന്നല്ലോ തോന്നും, അവിടുന്ന് വേറൊരിക്കലേക്ക് എണീറ്റ് പോകാൻ തോന്നും. ഒരിടത്തും സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കാൻ പറ്റില്ല ഈ രജോ ഗുണം കുറച്ച് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ. എന്നാ ഈ തമോ ഗുണമാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നേക്കുക. അപ്പൊ എന്താ ഉണ്ടാവണത്? അപ്പതാ ശ്രീമദ് ഭാഗവതം ഇങ്ങനെ തുറന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ശുകൗവാച എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്ക് അതാ ഉറക്കം വരാൻ തുടങ്ങും, വല്ലാത്ത ഉറക്കം വരാൻ തുടങ്ങും. ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ട്, എന്താണെന്നറിയില്ല, ഭാഗവതത്തിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഭാഗവതം വായിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വല്ലാത്ത അങ്ങോട്ട് ഉറക്കം വരികയാണെന്ന്. അതെന്താ കാരണം വെച്ചാൽ ആ സമയത്ത് ഉള്ളിലുള്ള ഈ തമസ് വല്ലാതെ കണ്ട് ഉപദ്രവിക്കുകയാണ്.
അപ്പൊ ഈ രണ്ടിനെയും ജയിക്കാൻ പറ്റണം. ഈ രജസ്സിനെയും തമസ്സിനെയും ജയിച്ചെന്നേ മതിയാവുള്ളൂ. അപ്പൊ ആ സമയത്ത് നല്ല ധൈര്യത്തെ സമ്പാദിക്കുക. യക്ഷേത് ധാരണയാ ധീരോ ഹന്തി യാ തത്കൃതം മലം. അപ്പൊ നല്ല ആ ധൈര്യത്തെ അങ്ങോട്ട് സമ്പാദിച്ചിട്ട് ഈ ഗുണങ്ങൾ നിമിത്തം ഉണ്ടാവണ ദോഷത്തെ നന്നായിട്ട് നിയന്ത്രിക്കുക. യാ യതഃ സന്ധാര്യമാണായാം യോഗിനോ ഭക്തിലക്ഷണ ആശു സമ്പദ്യത്തെ യോഗ ആശ്രയം ഭദ്രമീക്ഷത. ഇപ്രകാരം പരീക്ഷത്തിന്റെ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ശുകദേവര് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ മാർഗങ്ങളൊക്കെ പരീക്ഷിത്ത് മഹാരാജാവിനായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ ശ്രദ്ധയോട് കൂടിയിട്ട് അനുഷ്ഠിക്കുന്നതായ ഒരു യോഗിക്ക് ഭക്തി ലക്ഷണമായിരിക്കുന്ന ആ ഒരു യോഗം അനായാസേന പെട്ടെന്ന് സിദ്ധിക്കും. ആ ഈശ്വരപ്രാപ്തി എന്നത് വളരെ വേഗത്തിൽ സിദ്ധിക്കും എന്ന് പരീക്ഷിത്ത് മഹാരാജാവിനെ ശുകദേവര് ബോധ്യപ്പെടുത്തുക ചെയ്യണത്. ആ പരീക്ഷത്തിന് സംശയമായി. അവിടെ വെച്ച് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യഥാ സന്ധാര്യത്തെ ബ്രഹ്മൻ ധാരണ എത്ര സമ്മത യാദശീവാഹരേതാശു പുരുഷസ്യ മനോമലം. അപ്പൊ ഈ പറഞ്ഞ സംഗതികള് ഒന്നുകൂടി വ്യക്തമാക്കി തന്നാൽ തിരക്കിടില്ല എന്നാണ് പരീക്ഷത്തിന്റെ പ്രാർത്ഥന. ഏത് വിധത്തിലാണ് ഈ ധാരണയെ ധരിക്കേണ്ടത്? അത് എപ്രകാരമായി തീർന്നാലാണ് അകത്ത് അടിഞ്ഞുകൂടിയതായിരിക്കുന്ന മനോമാലിന്യങ്ങളെല്ലാം ഇല്ലാതായി തീർന്ന് മനസ്സ് ശുദ്ധമായിട്ട് തീരുക? എത്രയും വേഗം ദോഷത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർത്ത് ആ ഭഗവാനോട് ചേരണം. ആ മാർഗം ഒന്നുകൂടി പറഞ്ഞാൽ തിരക്കിടില്ല. ഇതാണ് പരീക്ഷത്തിന്റെ പ്രാർത്ഥന. ശുകദേവർക്ക് സന്തോഷായി. അദ്ദേഹം ക്രമത്തിൽ വിസ്തരിച്ചു. ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സംധാരയേ ധിയാ. ആസനജയത്തെ കൈവരിക്കുക, പിന്നീട് ശ്വാസത്തെ ജയിക്കുക, അത് കഴിഞ്ഞ് ബന്ധങ്ങളെ ജയിക്കുക, അത് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളെ ജയിക്കുക. അപ്പോൾ ആസനജയം, പ്രാണായാമം, സംഘജയം, അതുപോലെ ഇന്ദ്രിയ ജയം, ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഒരു രൂപത്തെ ധ്യാനിക്കാൻ. ആ ഒരു വിരാട് സ്വരൂപത്തിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കാനായിട്ടൊന്ന് ശ്രമിക്കണം. വിശേഷസ്തസ്യ ദേഹോയം സ്തവിഷ്ടശ്ച സ്തവീയസാം യത്രേതം ദൃശ്യത്തെ വിശ്വം ഭൂതം ഭവ്യം ഭവച്ച സത്. ഭഗവാന്റെ ആ ഒരു സ്ഥൂലരൂപം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വലുതാണ്. കഴിഞ്ഞ കാലത്ത് ഉണ്ടായവ, ഇപ്പോൾ ഉള്ളത്, ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോണത്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കളൊക്കെ ഏതൊന്നിലാണോ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഈ ഭഗവാന്റെ ഈ വിരാട് സ്വരൂപം എന്ന് പറയുന്നത്. അണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ വൈരാജ പുരുഷോ യോസോ ഭഗവാൻ ധാരണാശ്രയ. അണ്ഡകോശേ എന്നുവെച്ചാൽ ഈ അണ്ഡകോശത്തെ സംബന്ധിച്ചിരിക്കുന്നതായ എന്നാണ്. സപ്ത ആവരണ, 7 ആവരണങ്ങളാണ്. അതേതൊക്കെ ഈ 7 ആവരണങ്ങള്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അഹങ്കാരം, മഹൽതത്വം, ഇങ്ങനെ 5 കൂട്ടണം, 2, 7. ഇതാണ് സപ്താവരണം എന്നിവിടെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് ഈ പ്രപഞ്ച ആകാരേണ വിളങ്ങണതായിരിക്കുന്ന ഈ പരമാത്മാവിനെയാണ് ഈ വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. ആ വിരാട് പുരുഷനെയാണ് അവിടെ ധ്യാനിക്കേണ്ടതായിട്ടുള്ളത്. തുടർന്നുള്ള ശ്ലോകത്തില് ഓരോരോ ഭാഗം വിരാട് പുരുഷന്റെ ഓരോരോ ഇടങ്ങളായിട്ട് പറയണം. പാതാളമേതസ്യ ഹി പാദമൂലം പഠന്തി പാഷ്ണി പ്രപതേരസാതലം മഹാതലം വിശ്വ ഷിജോധഗുദ്ഭൗ തലാതലം വൈ പുരുഷസ്യ ജംഘേ. പാതാളലോകം, അതാണ് കാലടികൾ. അപ്പൊ പാദത്തിന്റെ അടിഭാഗമാണ് പാതാളം. അവിടെ തൊട്ടു മുകളിലുള്ള ഭാഗമാണ് രസാതലം, അതായത് ഈ പാദത്തിന്റെ പുറം ഭാഗം. കുറച്ചു മുകളിൽ നിര്യാണികളാണ് മഹാതലം. തലാതലം കണങ്കാലുകളാണ്. പിന്നെ സുതലം,
ഭഗവാന്റെ മടിത്തട്ട ദ്വേ ജാനുനി സുതലം വിശ്വമൂർത്തേ ഊരുദ്വയം വിതലം ചാതലം ച മഹീതലം തജ്ജഘനം മഹീപതേ നഭസ്ഥലം നാഭിസരോ ഗണന്തി. പ്രപഞ്ചസ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ ഈ കാൽമുട്ടുകൾ അത് ഈ സുതലം. പിന്നെ വിതലം അതലം എന്ന് പറയുന്നത് ഭഗവാന്റെ രണ്ട് തുടകൾ. ഭൂലോകാണ് വിരാട് പുരുഷന്റെ അരക്കെട്ട്, അന്തരീക്ഷലോകാണ് ഭഗവാന്റെ നാഭീദേശം, ആ വിരാട് പുരുഷന്റെ നാഭീദേശം. സ്വർലോകം, സ്വർഗാണ് ആ മഹാപുരുഷന്റെ മാറിടം. മഹർലോകാണ് ആ മഹാപുരുഷന്റെ കഴുത്ത്. ജനലോകാണ് ആ മഹാപുരുഷന്റെ മുഖം. ആദിപുരുഷനായിരിക്കുന്ന ആ ഭഗവാന്റെ തിരുനെറ്റിയാണ് തപോലോകമായിട്ട് മാറിയത്, അല്ലെങ്കിൽ സത്യലോകം എന്നും പറയാറുണ്ട്. പിന്നെ ഇന്ദ്രൻ മുതലായിരിക്കുന്ന ദേവന്മാരാണ് ആ വിരാട് പുരുഷന്റെ കൈകള്, ദിക്കുകളാണ് കാതുകള്, ശബ്ദമാണ് ശ്രോത്രേന്ദ്രിയം. അശ്വിനി ദേവന്മാരാണ് ആ മഹാപുരുഷന്റെ നാസിക, ഗന്ധാണ് ആ വിരാട് സ്വരൂപിയുടെ ഘ്രാണേന്ദ്രിയം, അഗ്നിയാണ് ആ മഹാപുരുഷന്റെ മുഖം, അന്തരീക്ഷലോകാണ് ആ മഹാപുരുഷന്റെ കണ്ണുകള്, സൂര്യനാണ് ആ മഹാപുരുഷന്റെ ചക്ഷുന്ദ്രിയം. പിന്നെ രാത്രിയും പകലുമുണ്ട്. അത് മഹാപുരുഷനായിരിക്കുന്ന ആ ഭഗവാന്റെ കൺപോളകളാണ്. ആ ഭഗവാന്റെ പുരികങ്ങളുടെ ചലനാണ് ഈ ബ്രഹ്മലോകം. ജലം ആ വിരാട് പുരുഷന്റെ ചെറുനാവാണ്. രസാണ് ജിഹ്വേന്ദ്രിയം. പിന്നെ വേദങ്ങളാണ് ആ വിരാട് പുരുഷന്റെ ശിരസ്, ദംഷ്ട്ര. അപ്പൊ യമനാണ് ദംഷ്ട്ര. ഭഗവാന്റെ പല്ലുകൾ അത് സ്നേഹാണ്. എല്ലാവരെയും മയക്കണതായ നല്ലൊരു പുഞ്ചിരിയുണ്ട് ആ മഹാപുരുഷന്റെ ഒരു പുഞ്ചിരി. ആ പുഞ്ചിരിയാണ് മായ എന്ന് പറയുന്നത്. വിരാട് പുരുഷന്റെ കടാക്ഷാണ് അനന്തമായിരിക്കുന്ന സൃഷ്ടി. ലജ്ജയാണ് മുകളിലത്തെ ചുണ്ട്, ലോഭാണ് താഴത്തെ ചുണ്ട്. ആ വിരാട് പുരുഷന്റെ സ്ഥലങ്ങളാണ് ധർമ്മം. അധർമ്മം പൃഷ്ഠഭാഗത്താണുള്ളത്. പ്രജാപതിയാണ് ആ വിരാട് പുരുഷന്റെ ശിഷ്ണേന്ദ്രിയം. മിത്രനും വരുണനുമാണ് ആ മഹാപുരുഷന്റെ വൃഷണങ്ങള്. സമുദ്രാണ് ആ മഹാപുരുഷന്റെ വയറ്. പർവ്വതങ്ങളാണ് എല്ലുകള്. പിന്നെ അവസാനമില്ലാത്തതായിരിക്കുന്ന ആ ഒരു മഹാവീര്യം, ആ വീര്യത്തോടുകൂടിയ വായുവാണ് ആ മഹാപുരുഷന്റെ ശ്വാസം. ആ വിരാട് പുരുഷന്റെ ഒരു ചലനുണ്ട്, ആ ചലനാണ് കാലായിട്ട് മാറിയത്. അവിടുന്ന് പ്രവഹിക്കുന്നതായിരിക്കുന്ന ത്രിഗുണങ്ങളാണ് കർമ്മങ്ങൾ. അവിടുത്തെ തിരുമുടിയാണ് മനോഹരങ്ങളായ മേഘങ്ങള്. സന്ധ്യയാണ് വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുന്നത്. മൂലപ്രകൃതിയാണ് ആ വിരാട്ടിന്റെ ഹൃദയമായിട്ട് പറയുന്നത്. അഹങ്കാരാണ് ഇവിടെ രുദ്രൻ. പിന്നെ കുതിര മുതലായിരിക്കുന്ന ചില മൃഗങ്ങളുണ്ട്, അതാണ് ആ ഭഗവാന്റെ നഖങ്ങള്. പക്ഷികള് ഭഗവാന്റെ കരവിരുതാണ്. സ്വയംഭുവനുമാണ് ആ മഹാപുരുഷന്റെ ബുദ്ധി. മനുഷ്യനാണെങ്കിലോ ഭഗവാന്റെ വാസസ്ഥാനാണ്. പിന്നെ ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, ചാരണന്മാര്, അപ്സരസ്സുകള്, ഇതൊക്കെ ആ പ്രപഞ്ചാകാരേണ പ്രകാശിക്കുന്നതായ ആ വിരാട് സ്വരൂപിയുടെ സ്വരങ്ങളും സ്മൃതി ശക്തികളൊക്കെയാണ്. അസുരന്മാര് എന്ന് പറയുന്നത് ആ മഹാപുരുഷന്റെ വീതിയാണ്. വിരാട് പുരുഷന്റെ മുഖം ബ്രാഹ്മണര്, ക്ഷത്രിയരെ കൈകള്, വൈശ്യര് തുടകള്, ശൂദ്രരെ കാലടികള്. പിന്നെ പല 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 പേരുകളിൽ നടത്തപ്പെടുന്നതായ ചില യജ്ഞങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടുത്തെ കർമ്മങ്ങളാണ്. ഇപ്രകാരം ശുകദേവര് ആ വിരാട് സ്വരൂപത്തെ വർണ്ണിച്ചുകൊണ്ട് കേൾപ്പിച്ചു കൊടുത്തു പരീക്ഷിത മഹാരാജാവിന്. അദ്ദേഹം തുറന്നു, യാനസാവീശ്വര വിഗ്രഹസ്യ യസ്സന്നിവേശ കഥിതോ മയാതേ സംധാര്യതേസ്മിൻ ബപുഷി സ്തവിഷ്ടേ മനസ്സുബുദ്ധ്യാ നയതോസ്മി കിഞ്ചിത്. പരീക്ഷിത മഹാരാജാവേ, ഈ ഒരു ബുദ്ധിയിൽ തോന്നുന്നത് പ്രകാരം ആ വിരാട് സ്വരൂപത്തിന്റെ, ആ വിരാട് പുരുഷന്റെ ആ സ്ഥൂല രൂപം അങ്ങേക്കായിട്ട് പറഞ്ഞു തന്നുണ്ട്. ഇനി വേണ്ട എന്താ വെച്ചാൽ ഈ രൂപത്തെ നന്നായിട്ട് മനനം ചെയ്യുക, അത് മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കുക. സർവധീവൃത്യനുഭൂത സർവ ആത്മാ യഥാ സ്വപ്നജനേക്ഷിതൈക
തം സത്യമാനന്ദനിധിം ഭജേത നാന്യത്ര സജ്ജേദ്യത ആത്മപാത. ഈ ഒരു ഭഗവാനല്ലാതെ വേറൊന്നുമില്ല. കണ്ണു തുറന്ന എന്ത് കാണുന്നുവോ, എന്താണോ കേൾക്കുന്നത്, എന്താണോ അറിയണത്, അപ്പൊ എല്ലാം ആ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ആ ഭഗവാനിൽ നിന്ന് അന്യായിട്ട് യാതൊന്നുമില്ല. മറ്റെന്ത് വിഷയത്തില് ഈ മനസ്സ് വെച്ചു കഴിഞ്ഞാലും അത് അധപ്പതനത്തിന് കാരണമായിട്ട് തീരും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഏത് സമയത്തും മനസ്സ് ആ മഹാപുരുഷനില് ഉറച്ചിരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ദ്വിതീയ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നത്. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേശ്യാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. വാക്കുമൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം. ആർക്കുമെന്നിൽ നിന്നുപദ്രവം വരാതിരിക്കണം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഊണിലും ഉറക്കിലും ഇരുപ്പിലും നടപ്പിലും കാണണം ഭവാനെ ഞാൻ സദാ വിനിദ്രയെങ്കിലും. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഇല്ല നീയൊഴിഞ്ഞെനിക്കൊരുത്തനും തുണയ്ക്കുവാൻ. സത്യമായ ദൈവമേ നിനക്കു കൈതൊഴുന്നു ഞാൻ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. അച്യുതാ ഭവാന്റെ ലീലയല്ലിലോകമാകവേ. നിഷ്കളാ നിരഞ്ജനാ ശ്രീ വിശ്വരൂപ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം. നാമഘോഷമെന്നുമെന്റെ നാവിലായി വന്നിടണം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാക്കണം. നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ജാനകീ ജീവനസ്മരണം. ജയ ജയ
രാമ രാമ. 14/1/2021 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് ദ്വിതീയ സ്കന്ധം 2-ാമത്തെ അധ്യായം പാരായണവും പ്രഭാഷണവും ഉണ്ടായിരിക്കും. ഹരേ കൃഷ്ണ.